ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും കർത്താവ് അവസരങ്ങൾ ഒരുക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ആത്മനിയോഗത്തോട് നയിക്കുന്ന പ്രിയ ബീന സിസ്റ്റർ, അതിൻ്റെ കൂടെയായി പ്രവർത്തിക്കുന്ന മറ്റ് സഹോദരങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ കർത്താവിനെ കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം ക്ലിയർ ആണെങ്കിൽ ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാമോ? എല്ലാവരും കർത്താവിൻ്റെ സന്നിധി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇത്രയും സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ രാത്രിയിലും ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ടെ. എന്നാറെ യഹോവ ഒരു വചനം ബിലെയാമിന്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണമെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ.
ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം എത്തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല മഹൽ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കാമോ? എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാതവിടമാക്കിയിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവർക്ക് ആവശ്യമായ ദൈവിക സന്ദേശങ്ങൾ കർത്താവേടിയുടെ നാവിലൂടെ ഈ പ്രഭാതത്തിൽ പുറത്തു വരുവാൻ സ്വർഗം സഹായിക്കണമേ. വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ആത്മബലത്തോട് ഞങ്ങളെ പുറപ്പെടുവിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണമേ. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ പ്രഭാതമാകുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രഭാതമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പകലിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ആ വാക്കുകൾ ദൈവസന്നിധി നമുക്ക് വളരെ പ്രാർത്ഥനയോട് വീക്ഷിക്കാം. വായിച്ച തിരുവചനം ഒരിക്കൽ കൂടെ ഒരാൾക്ക് ശബ്ദമുയർത്തിയൊന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം. എന്നാറേ യഹോവ ഒരു വചനം ബിലെയാമിന്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മതി. യഹോവ ഒരു വചനം ബിലെയാമിൻ്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശം, ദൈവത്തെ അറിഞ്ഞാൽ പോരാ, ദൈവത്തിനായി നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ നാം അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിന് വേണ്ടി നിൽക്കാനും 26-ൽ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നു എന്ന വാക്കുകൾ 100 തവണ ആവർത്തിച്ചിട്ട് കാര്യമില്ല. ആരാധനയ്ക്ക് വന്നത് കൊണ്ട് കാര്യമില്ല. പ്രാർത്ഥനകൾക്ക് കയറിയത് കൊണ്ട് കാര്യമില്ല. എല്ലാ സൺഡേയും മുടങ്ങാതെ വന്നതുകൊണ്ട് കാര്യമില്ല. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിനായി നിൽക്കുവാനും ഈ വർഷം നാം തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവം കൈമാറുന്ന വാഗ്ദത്ത വചനം, സ്തോത്രം, ഹല്ലേലൂയ, നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന, ഉറച്ചു നിൽക്കുന്ന, വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ ദൈവം ഇന്ന് പകൽക്കാലം വിരൽ ചൂണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. അവരോടാണ് ദൈവത്തിന് ഇന്ന് പകൽക്കാലം സംസാരിക്കാനുള്ളത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസം മാത്രം പോരാ, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിത രീതികളിലേക്ക് ഇന്ന് പകൽക്കാലം നാം ചുവടുറപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ ഉപയോഗിക്കും. നോക്കിയേ, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യത്തിൽ ബിലെയ മനുഷ്യനെ ദൈവം, യഹോവയായ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഇങ്ങനെയാണ് പറഞ്ഞത്. യഹോവ ഒരു വചനം ബിലെയാമിൻ്റെ നാവിന്മേൽ ആക്കി വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ നാവിന്മേൽ തന്നിരിക്കുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളിൽ സ്തോത്രം, നാം വിശ്വസ്തത പുലർത്തേണ്ടത് ഒരു വലിയ അത്യാവശ്യമായ കാര്യമാണ്. നോക്കിയേ, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് സ്തോത്രം, നാം വായിക്കുന്നത് സ്തോത്രം, ഈ ബിലെയാമിനെ കുറിച്ച് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രവാചകന്റെ വാക്കുകൾ വളരെ ഗൗരവമേറിയ വാക്കുകളായിരുന്നു. ആ മനുഷ്യൻ ശപിച്ചു കഴിഞ്ഞാൽ ആ ജനത ശപിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെട്ടാൽ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ സ്തോത്രം, ഹല്ലേലൂയ, ഓർക്കണം. സ്തോത്രം, നമ്മുടെ ഇടയിലേക്കും ചില കളകൾ കിളിർത്തു വരുന്നുണ്ട്. കള്ളപ്രവാചകന്മാരും സ്തോത്രം, കള്ള ഉപദേശങ്ങൾ, കള്ളപ്രവാചകിമാരും നമ്മുടെ ഇടയിൽ ശക്തമാണ്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള വെളിപ്പാടെങ്കിലും ഈ ദിവസങ്ങൾ നാം പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നാവിന്മേൽ ഉള്ളവനാണ് പ്രവാചകൻ എന്ന വാക്കിന് സ്തോത്രം പൂർണ്ണമായൊരു അർത്ഥം പറയാൻ കഴിയുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാവിന്മേൽ ഉള്ളവനാണ് പ്രവാചകൻ. സ്തോത്രം. ഊഹാപോഹങ്ങൾ പറയുന്നവനല്ല പ്രവാചകൻ. എന്തെങ്കിലും സ്തോത്രം വിളിച്ചു പറയുന്നതല്ല പ്രവചനം. ദൈവത്തിൻ്റെ വാക്കായിരിക്കും.
മാറ്റമില്ലാത്ത വാക്കുകളായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പ്രവചനങ്ങളല്ല. ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എപ്പോഴും സ്തോത്രം ക്ലിയർ വോയിസ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ ഒരു സ്തുതിച്ചാട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. സ്തോത്രം. ദൈവം പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ ശബ്ദമാണ്. അവൻ പറഞ്ഞത്, ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിച്ചാൽ അവൻ്റെ നാവിന്മേൽ എൻ്റെ വചനമുണ്ടായിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചറിയാം, പ്രവാചകന്റെ നാവിന്മേൽ ദൈവം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. യെരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ സ്വതന്ത്രം വചനങ്ങളെ നിന്റെ നാവിന്മേൽ തന്നിരിക്കുന്നു എന്ന് യെരമ്യാവിനോട് ദൈവം പറയുന്ന ഭാഗം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്തെങ്കിലും മുമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതികളെ നോക്കിക്കൊണ്ട്, ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സ്തോത്രം കയ്യിൽ നിന്നും പറയുന്നതല്ല പ്രവചനം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയണം, പ്രവാചകന്മാരുടെ പുറകിലും പ്രവാചകിമാരുടെ പുറകിലും സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഓടരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള വചനം ദൈവം ചിലരുടെ നാവിന്മേൽ പകർന്ന് നിങ്ങളുടെ അരികിലേക്ക് അയക്കും. സ്തോത്രം. വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാണ്? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രഘോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പറയപ്പെടുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്, നാളെയും പറഞ്ഞുകൊണ്ടിരിക്കും. വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകണം. നാം അപകടങ്ങളിലേക്ക് പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. നാം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ബെഥന്യ എന്ന പട്ടണത്തിൽ, ബെഥന്യ എന്ന ഒരു ചെറിയ സ്തോത്രം സ്ഥലത്ത്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ യേശുവിനെ വിശ്വസിക്കുന്ന 3 സഹോദരങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ലാസറും മറിയും മാർത്തയും എല്ലാം നമുക്കറിയാൻ കഴിയും. സ്തോത്രം. എന്നാൽ 14-ാം വാക്യത്തിൽ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലാസർ മരിച്ചുപോയി. സ്തോത്രം, ഹല്ലേലൂയ. ലാസറിന്റെ മരണം യേശു കർത്താവ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഇടത്ത് തന്നെ സ്തോത്രം, ലാസർ സുഖമില്ലാതെ കിടക്കുന്നു, ദീനം പിടിച്ച് സ്തോത്രം അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് സ്തോത്രം യേശുവിനോട് പറഞ്ഞു. സ്തോത്രം. അതിൻ്റെ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ലാസർ മരിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. യേശു സ്തോത്രം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ. 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ഒരു സ്വത്രം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വേദഭാഗം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കർത്താവ് ലാസറിന്റെ മരണം സന്തോഷിക്കുകയാണോ ചെയ്തതെന്ന് സ്വത്രം സ്വാഭാവികമായി നാം ചിന്തിച്ചു പോകും. എന്നാൽ ദൈവം യേശു കർത്താവ് ശിഷ്യന്മാരോട് സ്വത്രം പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, സ്വത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോകുക. സ്വത്രം, ഹല്ലേലൂയ. അതിൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റാൻ പോകുക. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വത്രം. ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആത്മനിറവിൽ നിങ്ങളുടെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം പറയുക, സ്വത്രം, ഹല്ലേലൂയ, നിങ്ങളിൽ അത്ഭുതം ഉണ്ടാക്കണം, നിങ്ങളിൽ സന്തോഷമുളവാക്കുന്ന സ്വത്രം കഴിഞ്ഞ നാളുകളിൽ സ്വത്രം നിരാശ ഉളവാക്കി നിങ്ങളിൽ ഒരു സന്തോഷമുളവാക്കാതെ സ്വത്രം സങ്കടത്തിൽ ആഴ്ത്തി സ്വത്രം ഒരിക്കൽ പോലും സ്വത്രം, ഹല്ലേലൂയ, ഒന്നും ഹൃദയം തുറന്നൊന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തിരിപ്പുണ്ടെന്നാൽ ദൈവം യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട്, ഈ പ്രാർത്ഥനാ സംഗമത്തോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ സ്വത്രം വിളിച്ചു പറയുക, സ്വത്രം, നിങ്ങളിൽ ഒരു സന്തോഷമുളവാക്കുവാൻ, നിങ്ങളിൽ ഒരു സന്തോഷമുളവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളിൽ സ്വത്രം ഒരു അത്ഭുതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. സ്വത്രം. ശിഷ്യന്മാർ ഇനി കാണാൻ പോകുന്നത് അത്ഭുതമാണ്. സ്വത്രം.
ഇനി അവർ കാണാൻ പോകുന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ. എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വത്രം അത്ഭുതങ്ങൾ സ്വത്രം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, എല്ലാ കാലത്തും എനിക്ക് കഷ്ടതയാണോ, എല്ലാ കാലത്തും രോഗമാണോ, ഞാൻ എന്ത് മാർഗത്തിൽ ഏത് വഴിക്ക് തിരിഞ്ഞാലും അവിടെ എല്ലാം നഷ്ടത്തിന്റെ കണക്കുകളാ സ്വത്രം എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാകെ. സ്വത്രം ഹല്ലേലൂയ. കൂടെ നടന്നാൽ മാത്രം പോരാ, കർത്താവിനെ വിശ്വസിക്കാനും കൂടെ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം സ്വത്രം ആരാധനയ്ക്ക് വന്നാൽ മാത്രം പോരാ, സ്വത്രം എല്ലാ പ്രഭാതത്തിലും ഓടി വന്നതുകൊണ്ട് കാര്യമില്ല. വിശ്വസിക്കാനൊന്ന് തയ്യാറാകണം. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന തോമസ് പറഞ്ഞത് ഇങ്ങനെയാ, സ്വത്രം ഹല്ലേലൂയ. ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് പറയുക, സ്വത്രം അവനോട് കൂടെ മരിപ്പാൻ നാമും പോകുക. സ്വത്രം ഇങ്ങനെയാ സ്വത്രം പലരും വിശ്വാസത്തെ സ്വത്രം പ്രകടമാക്കുന്നത്. ഹല്ലേലൂയ. നമുക്കും പോയി എന്ത് ചെയ്യാം? യേശുവിനോട് കൂടെ പോയി ചാകാം. ഹല്ലേലൂയ. സ്വത്രം ഒരു പരിഹാസ സ്വരം അതിനകത്തുണ്ട്. സ്വത്രം ഹല്ലേലൂയ. ഇത്രയും സമയമായിട്ട് യേശു പോകാത്തത് കൊണ്ട്, എന്നാൽ ബഥനിയിൽ ചെല്ലുമ്പോൾ പരീശന്മാരും യഹൂദന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും സ്വത്രം യേശുവിനെ കാത്തിരിക്കും. കാര്യമെന്നറിയാമോ? യേശുവിൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു ലാസർ. യേശുവിനെ നല്ല ബന്ധമുള്ളതായിരുന്നു ലാസറിൻ്റെ കുടുംബമായി. മാർത്തയും മറിയയും ലാസറും സ്വത്രം യേശുവിനോടൊപ്പം ഒരുപാട് സമയങ്ങൾ സ്വത്രം ചെലവഴിച്ച വ്യക്തി ജീവിതങ്ങളാണ്. യേശു അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സമൂഹം ഇളകും. സ്വത്രം ഒരുപക്ഷെ യേശുവിനെ തല്ലും. സ്വത്രം ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, എന്നാൽ യേശു പറഞ്ഞ പദം എങ്ങനെയാ? ഞാൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട്, സ്വത്രം ഹല്ലേലൂയ, ഇല്ലാത്തത് കൊണ്ട് സ്വത്രം നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ഞാൻ അവിടെ വന്നാൽ സ്വത്രം നിങ്ങളിൽ സന്തോഷം ഉളവാക്കുന്ന ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കും എന്നാ യേശു കർത്താവ് പറഞ്ഞത്. അതിന് മറുപടിയായി തോമസ് കൈമാറിയത്, സ്വത്രം അവനോട് കൂടെ നമ്മൾ അവിടെ പോയി മരിക്കാൻ പോകുക. സ്വത്രം ഹല്ലേലൂയ. യേശു പറഞ്ഞു ഒരു അത്ഭുതം കാണുമെന്ന, എന്നാൽ തോമസ് പറഞ്ഞത് നമ്മൾ അവിടെ ചാകാനാ പോകുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിൻ്റെ സ്വത്രം നിലവാരമാണ് ഇന്ന് പകൽക്കാലം നീ പലയിടത്തും പരാജയപ്പെടുന്നത്, പലയിടത്തും ഉയരാൻ കഴിയാത്തതിൻ്റെ കാര്യമെന്നറിയാമോ? സ്വത്രം പ്രവചനത്തിനും ദൈവത്തിൻ്റെ വാക്കുകൾക്കും പലപ്പോഴും നീ കൊടുക്കുന്ന പ്രതികരണമാണ് നിന്നെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്, നിന്നെ നിത്യ പരാജയങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നത്. തോമസ് പറഞ്ഞത് ഇങ്ങനെയാ, സ്വത്രം മരിക്കാനാണ്ടി പോകാൻ. എന്നാൽ യേശു പറഞ്ഞത് ഞാൻ അവിടെ അത്ഭുതം കാണിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രഭാതത്തിൽ സ്വത്രം നീ പുറപ്പെടുമ്പോൾ തന്നെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലകളിലും അസാധാരണമായ ഇടപെടലുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിശ്വസിക്കാനൊന്ന് തയ്യാറാകുക. എൻ്റെ യേശുവിനെ നീ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്വത്രം അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അടയാളങ്ങൾ ചെയ്യുവാൻ, വീരപ്രവർത്തികൾ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. സ്വത്രം 4 ദിവസമായി ലാസറിനെ കല്ലറയിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് സ്വത്രം ഹല്ലേലൂയ അവൻ മരിച്ചു. സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവരമറിഞ്ഞ് സ്വത്രം ഹല്ലേലൂയ യേശു ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ സ്തോത്രം യേശുവിനോട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും പറഞ്ഞവർ പറഞ്ഞ ആ സമയത്തിന് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു എന്നാണ് സ്വത്രം വേദ പണ്ഡിതക്കൾ പറയുന്നത്. സ്വത്രം അതിനുശേഷം യേശു നടന്ന് സ്വത്രം ഹല്ലേലൂയ ലാസറിന്റെ ഭവനത്തിലേക്ക് വരാനെടുത്ത സമയമാ സ്വത്രം ഇത്രയും സമയ ദൈർഘ്യമെന്ന് കാണാൻ കഴിയും. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കരുതാറുണ്ട്, എന്താ കർത്താവ് എൻ്റെ വിഷയത്തിനകത്ത് പെട്ടെന്നൊന്നും ഇടപെടാത്തത്. സ്വത്രം ഹല്ലേലൂയ. എന്താ എൻ്റെ ജീവിതത്തിനകത്ത് സ്വത്രം ഹല്ലേലൂയ വേഗത്തിൽ ചില ചലനങ്ങൾ ചെയ്യാത്തത്. കഴിഞ്ഞ പകലിൽ എന്നോട് സ്വത്രം ഹല്ലേലൂയ ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സ്വത്രം ഞാൻ വിശ്വാസത്തിൽ വന്നത് ഒറ്റയ്ക്കാണ്. സ്വത്രം ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ മറ്റാരും ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. സ്വത്രം ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് ആവശ്യമായ ഉയർച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. സ്വത്രം ഞാൻ എന്തു ചെയ്താലും സ്വത്രം അതൊരു പരാജയമാണ്. ജോലിക്ക് പോയാൽ ആവശ്യമായ ശമ്പളം എനിക്ക് കയ്യിൽ കിട്ടുന്നില്ല. എല്ലാം പരാജയമാണ്, പരാജയമാണ്. എന്നാണ് പാസ്റ്ററെ ഞാനൊന്ന് ഗതി പിടിക്കുന്നത്. സ്വത്രം ഹല്ലേലൂയ. എൻ്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ, എൻ്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ സ്വത്രം ഞാൻ എപ്പോഴും പരാജിതമാണ്. നീ എടുത്ത തീരുമാനം
തീരുമാനം തെറ്റായിപ്പോയി എന്ന് പോലും സ്വത്രം എൻ്റെ കുടുംബക്കാരിൽ നിന്നും എൻ്റെ ബന്ധുമിത്രാദി സഹോദരങ്ങളിൽ നിന്ന് പോലും സ്വത്രം പ്രതികരണങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്വത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില ദൂതുകൾ ഞാൻ ആ സഹോദരിക്ക് കൈമാറി. ആ കൈമാറിയ സമയത്ത് എനിക്ക് മനസ്സിലായി, പാസ്റ്റർ, എൻ്റെ കുറവ ഞാൻ വളരാതിരിക്കുന്നതിൻ്റെ കാര്യം, എൻ്റെ കുറവ ദൈവം എന്നോട് പ്രവർത്തിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം നമ്മുടെ കുറവുകളാ നാം പലപ്പോഴും വളർച്ചകളിലേക്ക് പ്രവേശിക്കാത്തത്. സ്വത്രം പ്രതീക്ഷ നമുക്കുണ്ട്, വലിയ വിശ്വാസമുണ്ട്, പലപ്പോഴും വിഷയങ്ങളുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് സ്വത്രം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസങ്ങൾ പലതും ചില വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവത്തോടല്ല മനുഷ്യരോടാണ് നാം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത്, സ്വത്രം നീ യേശുവിനെ വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാകുന്നുവെങ്കിൽ സ്വത്രം നീ അത്ഭുതം കാണും. സ്വത്രം യേശുവിനെ കാത്തിരിക്കുന്ന ആ ഭവനത്തിന് ആ ചുറ്റുപാടും ഒരു കൂട്ടം ജനം ലാസറിന്റെ ഭവനത്തിലുണ്ട്. മരണത്തിന് വന്നവർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സ്വത്രം ഹല്ലേലൂയ ചാർച്ചക്കാരെല്ലാം സ്വത്രം ആ സ്വത്രം ഭവനത്തെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. സ്വത്രം ശാസ്ത്രിമാരും യഹൂദന്മാരും പരീശന്മാരും സ്വത്രം അവരും ഇതിനെ വിട്ടുപോകാൻ നിൽക്കിയ കാര്യം എന്താണെന്നറിയാമോ? യേശുവെന്ന ഒരാളുണ്ട്. സ്വത്രം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാ. ലാസറിന്റെ ഏറ്റവും വലിയ സ്നേഹിതനാ. മാർത്തയും മറിയയും നന്നായിട്ട് അറിയുന്നവനാ. പക്ഷേ മരിച്ച് ഇത്ര ദിവസമായിട്ടും യേശു അവിടെ വന്നില്ല. ഇന്ന് പകൽക്കാലം സ്വത്രം നീ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വത്രം നീ ഗതി പിടിക്കുന്നില്ല എന്ന ചുറ്റുപാടുമുള്ള ശബ്ദമുണ്ടല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു നിന്റെ ഭവനത്തിൽ വരും. നിന്റെ അവസ്ഥയെ, നിന്റെ ഗതിയെ ദൈവം മാറ്റുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക. യേശു വരാൻ താമസിക്കുന്നതല്ല. യേശു പറഞ്ഞത് ഒരത്ഭുതം അവിടെ സംഭവിക്കുമെന്ന്. നിന്റെ ഭവനത്തിൽ, നിന്റെ വീടിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അത്ഭുതം വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ഓ, സമയം താമസിച്ചാലും എൻ്റെ യേശു വരും. ഹല്ലേലൂയ. യേശു വരും, യേശു വരും. സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. എനിക്ക് ഇത്രയും പ്രയാസം വന്നിട്ട് ഞാൻ തകർന്നിരുന്നിട്ടും എന്താ യേശു എൻ്റെ അരികിലേക്ക് വരാത്തത്? സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ യേശു പറയുക, സ്തോത്രം, എത്ര സമയം താമസിച്ചാലും ഞാൻ നിൻ്റെ ഭവനത്തിൽ വരും. ഓ സ്തോത്രം. അവനെ സ്നേഹിക്കുകയും അവന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്തോത്രം വിരളനക്കാതിരിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. സ്തോത്രം. എത്ര കാലമായി വർഷങ്ങളായി ഞാൻ ദൈവത്തെ സേവിച്ചിട്ടും എൻ്റെ വീടിനകത്തൊരു സമൃദ്ധി വെളിപ്പെടുന്നില്ല എന്ന് മനോഭാവത്തോടു കൂടിയിരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം വരാൻ വലിയ സമയമൊന്നും എൻ്റെ ദൈവത്തിന് വേണ്ട കേട്ടോ. സ്വത്രം. എല്ലാവരെയും തല താഴ്ത്തിപ്പിക്കുന്ന, ഓ സ്വത്രം, നിന്റെ സ്വത്രം തല താഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റുപാടും ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ഒരുവൻ വരും. സ്വത്രം. ഹല്ലേലൂയ. അവൻ വരാതിരിക്കുന്ന ദൈവമല്ല. യേശു ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. യേശു വരുന്നത് അറിഞ്ഞിട്ട് മാർത്ത സ്വത്രം യേശുവിനെ കാണാനായി എതിരേറ്റ് ഓടി യേശുവിൻ്റെ അരികിലേക്ക് ചെന്നു. എതിരേറ്റ് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വത്രം ഇസ്രായേലിൻ്റെ ഒരു ചരിത്രമനുസരിച്ച്, ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമനുസരിച്ച് വീടിന് പുറത്തു പോയി സ്വത്രം സ്വീകരിക്കുക. സ്വത്രം. നോക്കിയേ, യേശുവിനെ ദൂരത്ത് നിന്ന് സ്വത്രം യേശു വരുന്നു എന്നുള്ള വിവരം സ്വത്രം ദൂരങ്ങളിൽ നിന്ന് തന്നെ സ്വത്രം ഭവനത്തിൽ അറിവ് കിട്ടിക്കാണും. സ്വത്രം. മാർത്ത ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി ഓടിച്ചെന്നു. സ്വത്രം. ഹല്ലേലൂയ. മറിയ വീട്ടിൽ ഇരുന്നു എന്ന് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. മാർത്ത യേശുവിനെ കണ്ടപ്പോൾ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തോട് പറയുക, കർത്താവേ, നീ എൻ്റെ വീട്ടിനകത്തില്ലായിരുന്നുവെങ്കിൽ, സ്വത്രം, ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈ ചോദ്യം എല്ലാ കാലഘട്ടത്തിലും ഉയരുന്ന ചോദ്യമാണ്. എല്ലാ വീടുകളിലും ഉയരുന്ന ചോദ്യമാണ്. സ്വത്രം. കർത്താവേ, നീ ഉണ്ടായിരുന്നുവെങ്കിൽ, നീ എൻ്റെ വീട്ടിലില്ലാത്തത് കൊണ്ടാ, നീ എന്നിലില്ലാത്തത് കൊണ്ടാ, നീ മാറി നിൽക്കുന്നത് കൊണ്ടാ. ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ സ്വത്രം ഇന്നും ഭവനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. യേശു ഇല്ലാത്തതല്ല. സ്വത്രം. യേശു നിനക്ക് വേണ്ടി ചില സമയങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അവൻ വരിക തന്നെ ചെയ്യും. നിന്റെ വീടിനകത്ത് അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. ചില ശൂന്യതകൾ നിന്റെ ജീവിതത്തിനകത്ത് വരുത്തുന്നത് നീ ദൈവത്തോടുള്ള സ്വത്രം വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയാ, അവന് വേണ്ടി കാത്തിരിക്കുന്നവളായിരിക്കുവാൻ വേണ്ടിയാ. യേശുവിൻ്റെ വരവ് ദൂരത്തുനിന്ന് സ്വത്രം അറിഞ്ഞപ്പോൾ
തന്നെ മാർത്ത സ്വത്രം യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി ഓടിച്ചെന്നതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വത്രം യേശുവിൻ്റെ അരികിലേക്ക് ഒന്ന് ഓട്. വാഞ്ചയോടുകൂടി നീ ഓടാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവെ, ഇന്ന് പകൽക്കാലം സ്വത്രം ഞാൻ നാളുകളായി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ നീ ഒരു അത്ഭുതം ചെയ്തേ മതിയാകുകയുള്ളൂ. യേശുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് മാർത്തയെ യേശുവിനെ എതിരേൽപ്പാൻ സ്വത്രം ഹല്ലേലൂയ വീടിന് പുറത്തേക്ക് സഞ്ചരിപ്പിച്ചത്. ഇന്ന് പകൽക്കാലം നിന്റെ ചുറ്റുപാടുകളിൽ നിന്റെ വിഷയത്തിന്റെ ഉള്ളിൽ നീ കിടന്ന് കുടുങ്ങാതെ യേശുവിന്റെ അരികിലേക്ക് നീ ആത്മാർത്ഥതയോടുകൂടി ഓടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. യേശു ഇന്ന് പകൽക്കാലം നിന്നോട് ഇടപെടും. ഹല്ലേലൂയ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കൽ യേശു പറഞ്ഞത് സ്വത്രം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. നോക്കിയേ, വിശ്വാസമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസങ്ങളുടെ ദൂരമാണ് ഇന്ന് പകൽക്കാലം കർത്താവ് അളക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാം വിശ്വാസമുണ്ട്. ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിനായി നിൽക്കണം. നിന്നാൽ മാത്രമേ ആ വിശ്വാസത്തിൻ്റെ സ്വത്രം ഹല്ലേലൂയ വില നമ്മൾ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നോക്കിയേ, സ്വത്രം യേശു അവളോട് പറഞ്ഞത് സ്വത്രം അവൻ ഉയർത്തെഴുന്നേൽക്കും. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ മാർത്ത തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണ്? അതെ, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വരും. സ്വത്രം. വിദൂരങ്ങളിലേക്ക് അവളെ വിശ്വാസം പോയി. യേശു പറഞ്ഞത് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന. സ്വത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വത്രം അടുത്ത വർഷമല്ല, 2027 28 അടുത്ത കാലങ്ങളല്ല. സ്വത്രം. വിദൂരങ്ങളിൽ നിന്റെ ചിന്ത പോകാതെ സ്വത്രം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ പറഞ്ഞാൽ ആ സെക്കൻഡിൽ നടക്കും, ആ സെക്കൻഡിൽ സംഭവിക്കും. ഇന്ന് പകൽക്കാലം സ്വത്രം കാലങ്ങൾ വർഷങ്ങൾ സ്വത്രം വിദൂരങ്ങളിലേക്ക് നിന്റെ ചിന്ത പോകാതെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കാനൊന്ന് തയ്യാറാകുക. മാർത്ത പറഞ്ഞ മറുപടി എങ്ങനെയാ? കർത്താവേ, എനിക്കറിയാം അവൻ ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ ഇപ്പോഴല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുക സ്വത്രം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം നീ ഉയർത്തെഴുന്നേൽക്കും. എല്ലാ കാലങ്ങൾക്കും നിന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. സ്വത്രം. ഇരുളിൻ്റെ സാന്നിധ്യങ്ങൾക്ക് നിന്റെ ഭവനത്തെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ചില വീടുകൾക്കകത്ത് അത്ഭുതം നടക്കുകയാണ്. ഇന്ന് ചില വീടുകൾക്കകത്ത് സ്വത്രം അസാധാരണമായ ദൈവിക വിടുതലുകൾ ഭവനങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലരെ ദൈവം പുറത്തിറക്കിക്കൊണ്ടിരിക്കുക, ചിലരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക, ചിലരെ ചില വിഷയങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ, അരമനസ്സോടുകൂടിയല്ല, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുക. ഇന്ന് പകൽ സ്വത്രം ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ നോക്കിയേ, മാർത്ത പറയുന്ന 2 അറിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർത്ത പറയുക സ്വത്രം. ഹല്ലേലൂയ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല എന്ന് എനിക്കറിയാം. സ്വത്രം. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്ന പദം എന്ന് പറയുന്നത് സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. എൻ്റെ സഹോദരൻ ഒടുക്കത്തെ നാളിൽ സ്വത്രം ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാം. നോക്കിയേ, 2 അറിവുകൾ. സ്വത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പല വിശ്വാസികളുടെയും ഹൃദയത്തിനകത്ത് ഈ അറിവുകളാണ് നിങ്ങളെ എങ്ങും എത്തിക്കാതിരിക്കുന്നത്. സ്വത്രം. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. സ്വത്രം. നോക്കിയേ, ഒന്നാമത്തെ അറിവ്. രണ്ടാമത് പറയുന്നത് സ്വത്രം. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ ഒടുക്കത്തെ നാളിൽ. സ്വത്രം. അറിവ്. സ്വത്രം. വിദൂരങ്ങളിൽ. 2 അറിവുകളുമായി നാം ഈ പ്രഭാതത്തിലിരിക്കാതെ സ്വത്രം യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ആത്മനിറവിൽ നീ വന്ന് പറയാൻ തുടങ്ങ്. എൻ്റെ യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. സ്വത്രം. നാളുകളിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ സ്വത്രം പ്രവൃത്തി ഇന്ന് പറഞ്ഞാൽ ഇന്നത് സംഭവിക്കും. നീ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശു എപ്പോഴും ഒരു അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നുവോ? ഇന്ന് പകലിൽ നീ വിശ്വസിക്കാൻ തയ്യാറാണോ? സ്വത്രം. അസാധാരണമായി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കൂട്ടായ്മയ്ക്കകത്ത് ചില ഭവനങ്ങളിൽ സ്വത്രം അത്ഭുതത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചില വീടുകളിൽ, ചില വ്യക്തികളിൽ സ്വത്രം അസാധാരണമായ ഇടപെടലുകൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ചിലരെ ദൈവം സ്വത്രം ദൈവത്തിൻ്റെ കരത്താൽ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അറിവുകൾ മാറട്ടെ. നിന്റെ ജ്ഞാനത്തിന്റെ അറിവുകളെക്കാളും ദൈവത്തിന്റെ വാക്കുകൾക്ക് ഇന്ന് പകൽക്കാലം നീ വില കൊടുക്കുവാൻ തയ്യാറാകെ. നിന്റെ വീടിനകത്ത് ദൈവ ശബ്ദത്തിന് വില കൊടുക്കുവാൻ തയ്യാറാകെ. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. വിശ്വാസം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം പറ. വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഈ വെളുപ്പാങ്കാലത്ത് മീറ്റിങ്ങിന് വന്നാൽ മാത്രം പോരാ, ഉറച്ച വിശ്വാസം കൂടെ ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ രാവിലെ പ്രഭാതത്തിൽ നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ കൃത്യനിഷ്ഠതയോടുകൂടി വന്നതുകൊണ്ട് കാര്യമില്ല. യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാകണം. യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ഭവനത്തിൽ നീ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ, ആരുടെയും മുമ്പിൽ യാചിക്കാതെ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ നിന്നെ തേടി സ്വത്രം നിന്റെ മുമ്പിലേക്ക് സ്വത്രം ഹല്ലേലൂയ, സ്വത്രം ഹല്ലേലൂയ വരാൻ സ്വത്രം കാത്തിരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് സ്വത്രം നമുക്ക് എല്ലാവർക്കും വലിയ വലിയ ബാധ്യതകൾ ഉള്ളവരാ സ്വത്രം. പക്ഷെ പലപ്പോഴും നാം ഈ ബാധ്യതകളുടെ ഇടയിലൂടെ സ്വത്രം വളരെ സന്തോഷത്തോടു കൂടി തല ഉയർത്തി നടക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ. സ്വത്രം പലരും ആത്മഹത്യകളിലേക്ക് മാറിയപ്പോൾ, ചില കുടുംബങ്ങൾ സ്വത്രം കൂട്ടമായി ഒരുമിച്ച് ആത്മഹത്യകൾ ചെയ്തപ്പോൾ, കടബാധ്യതകളുടെ പുറത്ത് ആത്മഹത്യ ചെയ്തപ്പോൾ, സ്വത്രം ഹല്ലേലൂയ എന്നെയും നിന്നെയും സ്വത്രം ഈ വലിയ ബാധ്യതകളുടെ നടുവിലും സ്വത്രം തല ഉയർത്തി നമ്മെയും ഈ ഭൂമിയുടെ പരപ്പിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ നസ്രയനായ യേശു. സ്വത്രം നീ തകർന്നു പോകാതെ, നീ ഉടഞ്ഞു പോകാതെ ഇന്നും നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാക്. എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്റെ വിഷയങ്ങൾക്കെല്ലാം ഉള്ള സൊല്യൂഷൻ ഉണ്ട്. സ്വത്രം എൻ്റെ ദൈവം സ്വത്രം ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാൻ മടിയായ ദൈവമാണ്. ഹല്ലേലൂയ, സ്വത്രം. നോക്കിയേ, യേശു പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാൾ മരിക്കുകയില്ല. സ്വത്രം ഹല്ലേലൂയ. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് മാർത്തയോട് ചോദിച്ചപ്പോൾ മാർത്ത പറഞ്ഞ പദം സ്വത്രം, ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയേ, അത്രയും സമയം സംസാരിച്ചപ്പോൾ തൻ്റെ വാക്ക്, ഒടുക്കത്തെ വാക്ക് മാർത്ത പറഞ്ഞു, എൻ്റെ സഹോദരൻ സ്വത്രം അവസാനത്തെങ്കിൽ, കാലാവസാനത്തെങ്കിൽ സ്വത്രം നീ മടങ്ങി വരുമ്പോൾ സ്വത്രം ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റ് വരും, പുനരുത്ഥാനത്തിൽ അവൻ എഴുന്നേറ്റ് വരും എന്നല്ല സ്വത്രം യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു സ്വത്രം അടുത്തു മറുപടി പറയുന്നു, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. സ്വത്രം ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് മാർത്തയോട് ചോദിച്ചപ്പോൾ മാർത്ത പറയുന്ന പദം എങ്ങനെയാ? സ്വത്രം ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു വരുവാനുള്ള ദൈവപുത്രൻ ക്രിസ്തു അത് നീ തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ആരെന്നാണ് നീ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അത്ഭുതം ചെയ്ത സ്വത്രം ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ടാണോ യേശുവിനെ നീ കണ്ടിരിക്കുന്നത്? അനേകം ചരിത്ര പുരുഷന്മാരെ പോലെ ഈ ഭൂമിയിൽ കടന്നു വന്ന ചരിത്ര പുരുഷന്മാരുടെ ലിസ്റ്റിലാണോ യേശുവിനെ നീ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യേശുവിനെ നീ ആരായിട്ടാണ് ഇന്ന് പകൽക്കാലം കരുതുന്നത്? ഓ സ്വത്രം ദൈവമായിട്ടാണോ? സ്വത്രം മടങ്ങി വരുന്ന ദൈവമായിട്ടാണോ? സർവശക്തനായ ദൈവമായിട്ടാണോ ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നത്? എങ്കിൽ ഇന്ന് പകൽക്കാലം സ്വത്രം ഹല്ലേലൂയ ചിലത് പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എത്ര തന്നെ കാലപഴക്കമുള്ള വിഷയമായിരുന്നാലും എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ദൈവമാണ്. സ്വത്രം മാർത്തയുടെ വിശ്വാസത്തിന്റെ സ്വത്രം അളവ് മാറുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. മാർത്ത പറയുക, സ്വത്രം ഹല്ലേലൂയ, സ്വത്രം ഞാൻ വിശ്വസിക്കുന്നു നീ ദൈവപുത്രനാണെന്ന്. ഇന്ന് പകൽക്കാലം യേശു ആരെന്നുള്ള സ്വത്രം വിശ്വാസം നിന്നിൽ ഉളവാകട്ടെ, നിന്നിൽ വർദ്ധിക്കട്ടെ. എല്ലാ ഇപ്പോഴും ഏത് മണിക്കൂറും നീ നിന്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറ, സ്വത്രം എൻ്റെ ദൈവമാണ് സ്വത്രം ജീവനുള്ള ദൈവം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് സ്വത്രം വിശ്വസിക്കാൻ നീ ഒന്ന് തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, വിശ്വാസത്തിന്റെ പൂർണ്ണത മാർത്തയുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വത്രം ഇന്ന് പകൽക്കാലം എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത്, നീ ദൈവത്തെ പൂർണ്ണതയിലേക്ക് കയറി വന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് പറയുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. നോക്കിയേ, സ്വത്രം പിന്നെ അതിന് വേറൊരു വ്യക്തിക്കോ വേറൊരു സാഹചര്യങ്ങൾക്കോ ഇടമില്ലാതെ പൂർണ്ണതയിലേക്കുള്ള ഒരു സ്വത്രം മടങ്ങി വരവ് ഇന്ന് പകൽക്കാലം സംഭവിക്കണം. സ്വത്രം ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴുണ്ടാകുന്ന പൂർണ്ണത പലപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇല്ല. എങ്കിൽ ഇന്ന് പകൽക്കാലം ആ നിലവാരങ്ങളെ പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുക. സ്വത്രം യേശു പറഞ്ഞു, സ്വത്രം ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം സ്വത്രം ഹല്ലേലൂയ മരണത്തിന് നിന്നെ കൊല്ലാൻ കഴിയും. നിന്റെ അകത്തെ മനുഷ്യനെ കൊല്ലാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. എൻ്റെ യേശു പറഞ്ഞത് എങ്ങനെയാ? സ്വത്രം ഹല്ലേലൂയ, ജീവിച്ചിരുന്ന് സ്വത്രം ഹല്ലേലൂയ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് വെച്ചാൽ നിത്യതയ്ക്ക് ഹല്ലേലൂയ നിത്യജീവന്റെ അവകാശിയാ. സ്വത്രം ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിയയുടെ വിശ്വാസം വർദ്ധിച്ചു. ഹല്ലേലൂയ. മറിയ പറഞ്ഞു, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കി, ഇവിടെ വിശ്വാസം ഉയർന്നു. നമ്മിൽ വിശ്വാസം വരണം അത്ഭുതം നടക്കണമെങ്കിൽ.
നമ്മിൽ വിശ്വാസം വാസ്തവമായി വരണം. വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസി എന്ന പേര് കേട്ടിട്ടും കാര്യമില്ല. നാട്ടുകാരെ മുഴുവനും വിശ്വാസി എന്ന പേര് കേൾപ്പിച്ചിട്ടും കാര്യമില്ല. ബന്ധക്കോസുകാരി എന്നുള്ള പേര് കേൾപ്പിച്ചിട്ടും കാര്യമില്ല. സ്വത്രം. ഞാനൊരു കാര്യം പറയാം. ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾ വഴി നടന്നാൽ പോലും ജനം ഭയപ്പെടുമായിരുന്നു. കാരണം അവർ അത്ഭുത സാക്ഷികളായിരുന്നു. ഇന്ന് നടന്നു പോയാൽ പരിഹസിക്കുക, കളിയാക്കുകയാ. സ്വത്രം. നിന്നെ നോക്കി സ്വത്രം ദുഷിച്ച് വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം വർദ്ധിച്ചാൽ നീ ആയിരിക്കുന്ന പട്ടണങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ഒരു കൂട്ടം സ്വത്രം വിശ്വാസത്തിലേക്ക് കടന്നു വരും. സ്വത്രം. എന്താ സ്വത്രം ജാതികളിലേക്ക് ഉണർവിൻ്റെ ശക്തി പകരപ്പെടാത്തത്? ഇത് ഉണർവിൻ്റെ കാലഘട്ടമാ. സ്വത്രം. ഇന്ന് രാത്രിയിൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ. സ്വത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ഞെരുങ്ങുമ്പോൾ ഓർത്തോണം, ഒരു ഉണർവിന് വേണ്ടി ദൈവം കളമൊരുക്കുകയാ. സ്വത്രം. വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ ഓർത്തോണം, ഉണർവിന് വേണ്ടി ദൈവം കളമൊരുക്കുകയാ. നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നീ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെട്ട് സ്വത്രം ഗുഹകളിലും പാറമടകളിലും ഒതുങ്ങുകയല്ല. സ്വത്രം. വീടിനകത്ത് ഒതുങ്ങിപ്പോകുകയല്ല. ഇന്ന് പകൽക്കാലം സ്വത്രം ആത്മനിറവിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയാം, ഉണർവിൻ്റെ കാറ്റ് വീശാൻ പോകുക. അത് നിന്നിൽ നിന്നും തുടങ്ങുവാൻ, ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നും ആരംഭിക്കുവാൻ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിന്നും ആരംഭിക്കുവാൻ, അഭിഷക്തന്മാരിൽ നിന്നും വ്യാപരിപ്പാൻ, അഭിഷക്തന്മാരിൽ നിന്നും ഈ ഉണർവിൻ്റെ കാറ്റിൻ്റെ ആരംഭം കുറിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മാർത്തയെ പോലെ ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് നോക്കിയ മറിയയും വന്നിട്ട് യേശുവിനോട് പറയുന്നത് ഈ പദം എങ്ങനെയാ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. യേശു ഉണ്ടെന്നേ. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനകത്ത് നിന്റെ വിഷയങ്ങൾ അറിയാത്തവനല്ല യേശു. ലാസറിന്റെ മരണം അറിയാത്തവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശു എല്ലാം അറിയുന്നവനാ. ഹല്ലേലൂയ. സ്തോത്രം. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വീട്ടിലുണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന പദമാ സ്തോത്രം. കർത്താവില്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എൻ്റെ മക്കൾ ഇങ്ങനെ ആയത്, എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ അപകടത്തിലായിരിക്കുന്നത്, എൻ്റെ കുടുംബം സമാധാനമില്ലാതെ പോകുന്നതിൻ്റെ കാര്യം യേശുവില്ലാത്തതുകൊണ്ട്. സത്യമാ, ഒരു വശം സത്യമാ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം യേശു നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. നിൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാം കർത്താവിന് പകരമായി മറ്റ് പലതിനെയും സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട്, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ പലപ്പോഴും പല വിഷയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട്, സ്തോത്രം, നാം കർത്താവിനെ വിളിക്കേണ്ട സമയത്ത് നാം ചാടി വിളിക്കുന്നത് ആരെയാ? സ്തോത്രം. ഹല്ലേലൂയ. അയൽവക്കം, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഭർത്താവിനെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ച് ആശ്രയം തേടാതെ കർത്താവിലേക്ക് നിന്റെ ശബ്ദമുയരട്ടെ. വിശ്വാസം നിന്നിൽ വർദ്ധിക്കട്ടെ. സ്തോത്രം. യേശു എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കായിരുന്നാലും ആര് നിനക്ക് സഹായമില്ലെങ്കിലും, ഒറ്റയ്ക്ക് നീ ഒറ്റപ്പെട്ടു പോയാലും, ബന്ധുമിത്രാദികൾ, സഹോദര മക്കൾ നിന്നെ കൈവിട്ടു പോയാലും, ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ തകർന്നിരുന്ന കുടുംബം, സ്തോത്രം, യേശു ഒടുവിൽ ചോദിച്ച ചോദ്യം എങ്ങനെയാ? സ്തോത്രം. മാർത്തയും മറിയയും, സ്തോത്രം, ബന്ധുമിത്രാദികളെല്ലാം തകർന്നിരുന്നപ്പോൾ യേശു ചോദിച്ചൊരു ചോദ്യം, സ്തോത്രം, അവനെ വെച്ചത് എവിടെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, സ്തോത്രം, നിന്നെ ആരെല്ലാം എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും, സ്തോത്രം, യേശു വന്നാൽ നീ പുറത്തു വരും. സ്തോത്രം. ഹല്ലേലൂയ. സമൂഹം നിന്നെ ഒളിപ്പിച്ചോട്ടെ. ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിൽ നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ. നിന്നെ ഏത് മേഖലകളിലാണ്, സ്തോത്രം, സമൂഹം നിന്നെ ഒതുക്കുന്നത്? നോക്കിയേ, ലാസറിന് മരിച്ചപ്പോൾ അവന് ഒരു കൂട്ടം, ഹല്ലേലൂയ, ആൾക്കാർ, സ്തോത്രം, അവനെ കല്ലറയിൽ ഒതുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം കല്ലറയിൽ ഒതുക്കി നിർത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുറത്തിറക്കുവാൻ ഇന്ന് പകൽക്കാലം യേശു കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കാനൊന്ന് തയ്യാറാകി. എല്ലാ കാലഘട്ടത്തിലും നിന്നെ, സ്തോത്രം, ചരിത്രത്തിൻ്റെ താഴുകളിട്ട് പൂട്ടിവെക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ചിലരെ പുറത്തു കൊണ്ടുവരികയാ. സ്വത്രം. ഹല്ലേലൂയ. അത് അത്ഭുതമായി മാറുകയാ. സ്വത്രം. ചുറ്റുപാട് നിന്ന ശബ്ദങ്ങൾ ഇങ്ങനെയായിരുന്നു. സ്വത്രം. യേശുവിനോട് കൂടെ നടന്നിട്ടും ലാസറിന്റെ വീട്ടിൽ യേശു വന്നില്ലല്ലോ. സ്വത്രം. യേശു എന്താ വരാത്തത്? യേശുവിന് ഇവരോടൊരു സ്നേഹമൊന്നുമില്ല. യേശു പണക്കാരുടെ വീട്ടിൽ മാത്രമേ പോകുകയുള്ളൂ. യേശു സമ്പന്നന്മാരുടെ പുറകെ പോകുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. അത് നിന്റെ ചിന്തയാ. സ്വത്രം. അങ്ങനെ സമ്പന്നന്മാരെ മാത്രം തേടിപ്പോകുന്ന പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും നിങ്ങൾക്കറിയാം. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അങ്ങനെയുള്ളതല്ല. അവൻ ഈ ഹൃദയങ്ങളെ നോക്കി മുന്നോട്ട് വരുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം നീ ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ, സ്വത്രം, എൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. സ്വത്രം. നീ കരുതും നിന്റെ പാസ്റ്റർ വരും, നിന്റെ കൂടെയുള്ളവർ വരും, നിന്റെ ബന്ധുമിത്രാദികൾ വരും, സഭ വരും. സ്വത്രം. ഇല്ലവേ ഇല്ല. സ്വത്രം. നീ പ്രതീക്ഷിക്കുന്നത് ഒന്നും സംഭവിച്ചില്ല എങ്കിലും
വേണമെങ്കിലും ഒരുവൻ നിന്റെ വീടിനകത്ത് കയറി വരും, അവന്റെ പേരാ നസറയനായ യേശു. സ്വത്രം, ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും യേശു കടന്നു വരും. അവൻ ചോദിക്കും, അവനെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ലാസറിനെ എവിടെയാ വെച്ചിരിക്കുന്നത്? യേശുവിനെ അറിയാത്തതുമല്ല കേട്ടോ. നിന്നെ ആരെങ്കിലും ഒതുക്കി എവിടെയെങ്കിലും വെച്ചിരുന്നാലും സ്വത്രം, എവിടെയെങ്കിലും നിന്നെ മാറ്റി നിർത്തിയാലും, നിനക്ക് അവസരങ്ങൾ തന്നില്ലെങ്കിലും സ്വത്രം, ഞാനൊരു അനുഭവം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ അപ്പനൊരു സുവിശേഷകനാ, ട്രാക്ട് വിതരണക്കാരനാ. സ്വത്രം, ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയി ട്രാക്ട് വിതരണം നടത്തിയിട്ടുണ്ട്. സ്വത്രം, എൻ്റെ അപ്പനോടൊപ്പം ഞാനും ഒരുപാട് സമയങ്ങളിൽ സ്വത്രം ട്രാക്ട് വിതരണത്തിന് പോയിട്ടുണ്ട്. നിർബന്ധിതമായിട്ടാണ് കേട്ടോ. സ്വത്രം, ഹല്ലേലൂയ. എന്നെ വിളിച്ചുകൊണ്ട് പോകും. സ്വത്രം, ഹല്ലേലൂയ. കവലകളിൽ പോയി നിൽക്കും. സ്വത്രം, നല്ല ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ട്രാക്റ്റുകൾ കൊടുക്കും. സ്വത്രം, പഴയ നിയമ പുസ്തകങ്ങളെല്ലാം സ്വത്രം വിതരണം ചെയ്യുമായിരുന്നു. സ്വത്രം, അങ്ങനെ കൊടുത്ത് സ്വത്രം എന്നോട് സ്വത്രം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീടുകളിൽ കയറിയൊക്കെ ട്രാക്റ്റുകൾ വിതരണം ചെയ്യണമെന്ന്. സ്വത്രം, ഹല്ലേലൂയ. ഞാൻ സ്വത്രം വീടുകളിലും കയറി കൊടുക്കുമായിരുന്നു. സ്വത്രം, എൻ്റെ അപ്പൻ അതേപോലെ തന്നെ എല്ലാ വീടുകളിലും ഓടി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്വത്രം, അതൊരു വലിയ തീഷ്ണതയോടെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വത്രം, ഹല്ലേലൂയ. നോക്കി, കർത്താവിന് വേണ്ടി നിൽക്കാൻ നാം എപ്പോഴെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി വരുന്ന ഒരു സുദിനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വത്രം, ഹല്ലേലൂയ. അങ്ങനെ വില കൊടുത്ത ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ. സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പലരും അവസരങ്ങൾ തേടിപ്പോകുമ്പോൾ ഞാൻ അവസരങ്ങൾ തേടിപ്പോകാറില്ല. എന്നോട് ദൈവം പറഞ്ഞു, നീ അവസരം തേടിപ്പോകരുത്, നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ നീ സ്വത്രം ഉണർവിലേക്ക് സഞ്ചരിപ്പിക്കണം. സ്വത്രം, ജനത്തെ ആത്മനിയോഗങ്ങളിൽ സഞ്ചരിപ്പിക്കണം. നീ അവസരം തേടിപ്പോകരുത്. അവസരം തേടി പോകുന്നവനല്ല അഭിഷക്തൻ. നിന്റെ അവസരങ്ങൾ നിന്നെ തേടി വരും. സ്വത്രം, ആരെല്ലാം നിന്നെ ഒതുക്കി വെച്ചാലും ആരെല്ലാം തടഞ്ഞാലും നിന്റെ അവസരങ്ങൾ നിന്റെ മുമ്പിലേക്ക് ദൈവം തുറക്കുന്ന ഒരു സുദിനമുണ്ട്. നിന്റെ വാതിൽ തുറക്കുമ്പോൾ നീ പുറത്തിറങ്ങിയാൽ ആ അവസരം നന്നായി ഉപയോഗിക്കാൻ നീ പഠിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വത്രം ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയാ, സ്വത്രം, നിന്നെ ശുശ്രൂഷകളിൽ നിന്നോ സ്വത്രം ആത്മീയ നിലവാരങ്ങളിൽ നിന്നോ ആരെങ്കിലും നിന്നെ പുറകോട്ട് പിടിച്ചാൽ നീ ഓർത്തോണം, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. അന്ന് ഞാൻ സ്വത്രം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കും, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന സ്വത്രം വിശ്വാസം നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കിയേ, സ്വത്രം, ദൈവം യേശു കർത്താവ് സ്വത്രം ആ കല്ലറയിൽ നിന്ന് വിളിച്ചു പറയുന്നു. സമയം വേഗത്തിൽ പോകുന്നുണ്ട്. സ്വത്രം, ഞാൻ ഓടിച്ചു പറയും, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വന്നില്ല. സ്വത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ ശബ്ദം ഭൂലോകത്തെ മുഴുവനും കിടുക്കിക്കൊണ്ട് സ്വത്രം, നോക്കിയേ, കല്ലറയിൽ നിന്നും യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വാ എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളത് വായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ കരുതും ഒരു സാധാരണ അത് മനുഷ്യൻ്റെ ശബ്ദം പോലെ സ്വത്രം ലാസറേ പുറത്തു വാ എന്ന ശബ്ദമാണ്. എന്നാൽ സ്വത്രം, എൻ്റെ ആത്മീയ കണ്ണാടി കൊണ്ട് ഞാൻ നോക്കി കണ്ടത് ഇങ്ങനെയാ. സ്വത്രം, എൻ്റെ യേശു പറഞ്ഞപ്പോൾ സ്വത്രം മരണത്തിന്റെ അധികാരികൾ പോലും കിടുകിടാം വിറച്ചു കാണും. ഇന്ന് പകൽക്കാലം അവൻ ആരാ? സ്വത്രം, നമ്മുടെ കർത്താവ് ആരാ? സ്വത്രം, ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകെ. സ്വത്രം, ചുറ്റുപാടുകളിൽ നിൽക്കുന്നവരെ സ്വത്രം ഭയപ്പെടുത്തുന്ന നിലവാരത്തിൽ മാത്രമല്ല, സ്വത്രം അധികാരം പറഞ്ഞു നിൽക്കുന്ന മേഖലകളെ പോലും സ്വത്രം വിറപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞത്, ലാസറേ പുറത്തു വാ. ഇന്ന് പകൽക്കാലം ആ ശബ്ദം ഇന്നും ഈ കൂട്ടായ്മയുടെ നടുവിൽ മുഴങ്ങുക. നിന്നെ നോക്കി നിന്റെ വിഷയങ്ങളെ നോക്കി യേശു പറയുന്നത്, നീ പുറത്തു വാ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അത് ഭൂലോകം മുഴുവനും അത് മുഴങ്ങിക്കേക്കട്ടെ. സ്വത്രം പ്രപഞ്ചം മുഴുവനും കിടുകിട വിറച്ചുകൊണ്ട് സ്വത്രം, ഹല്ലേലൂയ, എല്ലാ സ്വത്രം നക്ഷത്രജാലങ്ങളും സ്വത്രം ആ ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം, അവൻ്റെ ശബ്ദം മരുഭൂമിയെ കിടുക്കിയ ദൈവത്തിൻ്റെ ശബ്ദം, സ്വത്രം മരുഭൂമിയെ സ്വത്രം കിടുകിട വിറപ്പിച്ച ദൈവത്തിൻ്റെ ശബ്ദം, കാദേശ് മരുഭൂമിയെ നടക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തികൾക്കും നിലനിൽക്കുവാൻ കഴിയത്തില്ല. യേശു കല്ലറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ലാസറേ നീ പുറത്തു വാ. ഇന്ന് പകൽക്കാലം ചിലർ പുറത്തു വരുവാൻ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങുകയാ. ചിലർ പുറത്തു വരികയാ. സ്വതന്ത്രം ആത്മീയ നിലവാരത്തിലും ഭൗതിക മേഖലകളിലും ദൈവം ചിലരുടെ മുമ്പിൽ ഒരു വാതിലിനെ ദൈവം തുറക്കുകയാ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ വാതിലാകുന്നു എന്ന് വെച്ചാൽ സ്വത്രം എല്ലാ വിഷയത്തിനും സ്വത്രം എൻ്റെ യേശുവാണ് സ്വത്രം വാതിൽ. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകെ. അവൻ വാതിൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം സ്വത്രം ഉത്തരമെന്ന് പറയുന്നത് സ്വത്രം നിന്റെ ഏത് വിഷയത്തിന് എൻ്റെ ദൈവമാണ് വാതിൽ. സ്വത്രം അവൻ്റെ വാതിൽ നിനക്ക് തുറന്നിരിക്കും. 1000 വാതിലുകൾ നിനക്ക് മുമ്പിൽ കൊട്ടിയടച്ചാലും എൻ്റെ യേശുവിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി എല്ലാ ഇപ്പോഴും സദാ നേരം തുറന്നിരിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാണ്.
തയ്യാറാകെ. അവൻ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല. യേശു വിളിച്ചു, ലാസറേ പുറത്തു വരിക. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. ഈ സമയം, സ്വത്രം, നോക്കിയേ, സമയങ്ങൾ, സ്വത്രം, യേശു കൈകാര്യം ചെയ്യുന്ന രീതി നോക്കിയേ. 4 ദിവസം അവിടെ നിന്നവർ പറയുന്ന അവൻ നാറ്റം വെച്ച് കാണും. സ്വത്രം, അവൻ്റെ ശരീരം നാറ്റം വെച്ചു, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന്, സ്വത്രം, ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ യേശു ഇതിനെ ഒന്നും വകവയ്ക്കാതെ യേശു വിളിച്ചു പറയുന്നു, ലാസറേ പുറത്തു വാ. സ്വത്രം, അവൻ പുറത്തു വന്നു. സ്വത്രം, ആ വീടിനകത്ത് വലിയ സന്തോഷമുണ്ടായി. ലാസർ പുറത്തു വന്നു. വലിയ അത്ഭുതമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ ചുറ്റുപാട് നിന്ന് സ്വത്രം പറഞ്ഞുകൊണ്ടിരുന്ന നാവുകളെ എല്ലാം ദൈവം അടപ്പിച്ചു. ഇന്ന് പകൽക്കാലം ആ ദൂതൊന്ന് പറയുവാൻ വേണ്ടിയാ ആ വിഷയത്തിലേക്ക് ഞാൻ കയറിപ്പോയത്. ഇന്ന് പകൽക്കാലം 26-ൽ സ്വത്രം ചില നാവുകളെ അടയ്ക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. സ്വത്രം, ചില നാവുകളെ നിനക്ക് ചുറ്റുമുയരുന്ന നാവുകളുണ്ടല്ലോ, സ്വത്രം, ആ നാവുകളെ സ്വത്രം നിശബ്ദമാക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. യേശു നിന്റെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. സ്വത്രം, താമസം സ്വത്രം നിന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യേശു സമയത്തിൽ നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ സമയത്തിൽ അവൻ്റെ സമയം നമുക്ക് ഗണിക്കുവാൻ കഴിയുന്നതല്ല, ചിന്തിക്കുവാൻ കഴിയുന്നില്ല. അവൻ ഏത് സമയം നമ്മുടെ ഭവനത്തിൽ വരും. കാത്തിരിക്കുവാനൊന്ന് തയ്യാറാകണം. മാർത്തയെ പോലെ ഇന്ന് പകൽക്കാലം, മറിയെ പോലെ യേശുവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, സ്വത്രം, ലാസർ പുറത്തു വന്നതുപോലെ നിന്റെ വിഷയങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ജീവിതത്തിനകത്തെ കാലങ്ങളായി സ്വത്രം കല്ലറകൾക്കുള്ളിലിരിക്കുന്ന, സ്വത്രം പുറത്തു വരുവാൻ കഴിയാതെ നാറ്റം വെച്ചിരിക്കുന്ന വിഷയങ്ങളിലേക്ക് യേശുവിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എൻ്റെ വിഷയം, സ്വത്രം, ഹല്ലേലൂയ, ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷം, ഹല്ലേലൂയ, യഹൂദന്മാരിൽ ചിലർ, പരീശന്മാരിൽ ചിലർ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർ ഒരുമിച്ച് കൂടിയിട്ട് ഈ യേശുവിനെ ഇങ്ങനെ മുമ്പോട്ട് വിട്ടുകഴിഞ്ഞാൽ അവനിലുള്ള വിശ്വാസം വർദ്ധിച്ച് അവന് വലിയൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കും. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം, ദൈവമക്കളെ, ലോകത്തിൽ മുഴുവൻ എപ്പോഴും ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാം. പിശാചിനെ നന്നായിട്ടറിയാം. ഇവരെ അടിച്ചു വിട്ടാൽ, സ്വത്രം, ഇന്ത്യ എന്നല്ല ഭൂമി മുഴുവനും ഇവർ ക്രിസ്ത്യാനികളാക്കി മാറ്റും. ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. സാത്താൻ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ്, സ്വത്രം, അവൻ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് 4 സൈഡിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്വത്രം, ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ ശക്തമായി വെളിപ്പെടും. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ കയ്യപ്പാവെന്ന് പറയുന്ന മനുഷ്യൻ പറയുക, നിങ്ങളൊന്ന് അറിയണം. സ്വത്രം, അവനെ ഒതുക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലും നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി, സ്വത്രം, മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല. സ്വത്രം, ഇവിടെ കയ്യപ്പാവെന്ന് പറയുന്ന മനുഷ്യൻ അറിയാതെ ഒരു പദം പറഞ്ഞു. സ്വത്രം, ഒരു മനുഷ്യൻ സകല മനുഷ്യർക്ക് വേണ്ടി എന്ന് വെച്ചാൽ യേശുവിൻ്റെ ക്രൂശീകരണം, സ്വത്രം, ഹല്ലേലൂയ, അറിയാതെ കയ്യപ്പാവ്. നോക്കിയേ, ഈ കൂടി വന്നിരുന്നവരെല്ലാവരും പറയപ്പെടുന്നത് യേശുവിനെ എങ്ങനെ ഒതുക്കാമെന്നാ, യേശുവിനെ എങ്ങനെ ഈ മിനിസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാം, യേശുവിനെ ഒന്ന് സൈലൻ്റ് ആക്കാൻ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ അറിയാതെ കയ്യപ്പാവിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു. അതൊരു പ്രവചനത്തിൻ്റെ വാക്കായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ജനത്തിന് വേണ്ടി ഒരുത്തൻ മരിക്കാൻ ഇരിക്കുന്നു എന്ന് പ്രവചിക്കുകയത്രേ, സ്വത്രം, ആ മനുഷ്യൻ ചെയ്തത്. ഒരു മനുഷ്യൻ, സ്വത്രം, അറിയാതെ അവൻ്റെ നാവിൽ നിന്നും, ഇന്നത്തെ പ്രവാചകന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു പ്രവചനം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പ്രവാചക ശുശ്രൂഷയിലേക്ക് പട്ടം ചാർത്തി പോകുക. സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണം. സ്വത്രം, ഒരു വാക്ക് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഒരു പ്രവചന ശബ്ദം പോലെ അത് സംഭവിക്കും. അതൊരു പ്രവചന ശബ്ദമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ യേശു വന്നതിൻ്റെ ഉദ്ദേശം അറിയാതെ കയ്യപ്പാവിൻ്റെ വായിൽ നിന്നും പുറത്തു വന്നു. സ്വത്രം, ഒരു വാക്ക് പ്രവചനമായി മാറുകയാണ്. സ്വത്രം, ഒരു വാക്ക് പ്രവചനമായി മാറുക. പലരും പറയും, സ്വത്രം, ഹല്ലേലൂയ, ആ വ്യക്തിയുടെ നാവ് തുറന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ശപിക്കപ്പെടും. നമ്മൾ കണ്ടിട്ടില്ലേ, ചുറ്റുപാടുമുള്ളവർ ഇന്ന വ്യക്തിയെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ, ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, സ്വത്രം. ചിലരുടെ നാവ്, സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ദൈവിക നാവ് പോലെ പലപ്പോഴും നിങ്ങൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം, സ്വത്രം, ഹല്ലേലൂയ, ആ നാവിന് നേരെയാ ഇന്ന് പകൽക്കാലം എൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ, സ്വത്രം, ഹല്ലേലൂയ, നിനക്ക് നേരെ ഉയരുന്ന, സ്വത്രം, ശാപത്തിൻ്റെയും, സ്വത്രം, ഹല്ലേലൂയ, നിന്നെ നശിക്കുമെന്ന് പറയുന്ന നാവുകൾക്ക് നേരെയാ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുന്നത്. കള്ളപ്രവചനങ്ങൾ നടത്തി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാർ, സ്വത്രം, ഹല്ലേലൂയ, ചില വാക്കുകൾ, സ്വത്രം, ഹല്ലേലൂയ, നോക്കിയേ, ആ പുരോഹിതനും, കയ്യപ്പാവെന്ന് പറയുന്ന പുരോഹിതൻ അറിയാതെ ഒരു വാക്ക് പറഞ്ഞു, അവൻ്റെ വായിൽ നിന്നും പുറത്തു വന്നു. അതൊരു പ്രവചന ശബ്ദമായി, സ്വത്രം, അത് പുറത്തു വന്നു. സ്വത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചിക്കുന്നവരെല്ലാം പ്രവാചകന്മാരല്ല.
സ്വത്രം മനസ്സിലാക്കണം. പ്രവചിക്കുന്നവരെല്ലാം പ്രവാചകന്മാരല്ല. സ്വത്രം. ദൈവത്തിൻ്റെ വചനം വായിലുള്ളവനാണ് പ്രവാചകൻ. സ്വത്രം. അവൻ്റെ പ്രവൃത്തിയിൽ തിരിച്ചറിയാൻ കഴിയും അവൻ പ്രവാചകനാണോ അല്ലേ എന്ന്. സ്വത്രം. ഹല്ലേലൂയ. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ ദൈവത്തിൻ്റെ വിളി ഉള്ളവനാണ്. സ്വത്രം. ഹല്ലേലൂയ. സ്വയം പ്രവാചകനാകുന്നില്ല. പലരും സ്വയം പ്രവാചകന്മാരാകാറുണ്ട്. സ്വത്രം. ഞാൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. സ്വത്രം. ദൈവമാക്കുന്നവനാണ് പ്രവാചകൻ. സ്വത്രം. ദൈവം സ്വത്രം വിളിച്ചവനാണ് പ്രവാചകൻ. സ്വത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:5 ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവിനോട് പറഞ്ഞ പദമാ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന പദം സ്വത്രം. അത് പറയുമ്പോൾ ഓർത്തോണം. സ്വത്രം. ഈ പറയുന്ന പ്രവാചകന്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ വാക്കാ. സ്വത്രം. മനസ്സിലാക്കണം. സ്വത്രം. പ്രവാചകന്റെ വാക്കല്ല പറയുന്നത്. പ്രവാചകൻ പറയും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്റെ നാവിലൂടെയാ ദൈവം പറയുന്ന വാക്കുകൾ പറയുന്നത്. പക്ഷേ അത് പ്രവാചകന്റെ പേഴ്സണൽ വാക്കല്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, അത് ദൈവത്തിന്റെ വാക്കാണ് പ്രവചനമായി സംസാരിക്കപ്പെടുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഊഹാപോഹങ്ങൾ പറയുന്നതല്ല പ്രവചനം. സ്വത്രം. എൻ്റെ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത സ്വത്രം, ആ പ്രവചനം പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും, അതിന് മാറ്റം വരുത്തത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. അങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ എന്നാൽ ഓടിച്ചു വിടുകയാണ്. സ്വത്രം. ദൈവത്തിന്റെ നാമാണ് പ്രവാചകൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:16 സ്വത്രം. സ്വത്രം. ദൈവം പറയുക ഞാൻ നിന്റെ വാക്കുകൾക്ക് അധികാരം നൽകും. അപ്പോൾ പ്രവാചകന്റെ വാക്കുകൾ. സ്വത്രം. ഇന്ന് പകൽക്കാലം സ്വത്രം ദൈവമക്കളെ, നിങ്ങൾ ഒരു പ്രവാചകനോ പ്രവാചകിയോ ആണെങ്കിൽ നിങ്ങളുടെ നാവിനെ ദൈവം അധികാരപ്പെടുത്തുകയാണ്. സ്വത്രം. അതുകൊണ്ട് ആ നാവ് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയത് പറയാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വത്രം. ദൈവം അധികാരപ്പെടുത്തിയത് മാത്രമേ പ്രവചനമായി പറയാവൂ. ദൈവം അധികാരപ്പെടാത്തതൊന്നും പ്രവചനമായി പറയരുത്. സ്വത്രം. ആരെങ്കിലും ഇഷ്ടത്തിന് വേണ്ടി പ്രവചിക്കരുത്. സ്വത്രം. ചില വിശ്വാസികളുണ്ട്. സ്വത്രം. ദൈവദാസന്മാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇറങ്ങണമോ നിൽക്കണമോ, ഞാൻ പോകണമോ വരണമോ, ഞാൻ ജോലിക്ക് പോകണമോ ജോലിക്ക് കയറണമോ, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞ് സ്വത്രം ഈ പ്രവാചകന്മാരെയും പ്രവാചികമാരെയും പോലും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില വിശ്വാസികളുമുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. അവർക്കനുസരണമായി നീ പ്രവചിക്കാൻ നിൽക്കരുത്. സ്വത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞ് അതിനെ പറഞ്ഞു വിടേണ്ടതിനെ പറഞ്ഞു വിടണം. സ്വത്രം. ദൈവം പറയാത്തത് പറയരുത്. സ്വത്രം. ദൈവം ആലോചന നൽകാത്തത് പറയരുത്. ഇന്ന് പകൽക്കാലം സ്വത്രം ആൾക്കാരെ പ്രീതിപ്പെടുത്തുവാൻ, മറ്റുള്ളവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയെ പോക്കറ്റിലേക്ക് വരുത്തുവാനുള്ള ഗൂഢതന്ത്രങ്ങളുമായി നടക്കുന്ന കള്ളപ്രവാചകന്മാരെയും കള്ളപ്രവാചികമാരെയും നീ തിരിച്ചറിയാൻ ഈ ദിവസങ്ങൾ തയ്യാറാകണം. സ്വത്രം. ഹല്ലേലൂയ. പ്രവാചകനെ ദൈവം വിളിച്ചവനായിരിക്കും. പ്രവാചകൻ ദൈവം വിളിച്ചവനായിരിക്കും. യിരെമ്യാവിനെ ദൈവം വിളിച്ച് സ്വത്രം പ്രവചന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ നോക്കി, ആമോസിന്റെ പുസ്തകം 3:7 ദൈവം തന്റെ രഹസ്യം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുകയില്ല. ആമോസിലൂടെ ദൈവം വിളിച്ചു പറയുന്നത് പ്രവാചകന്റെ പ്രത്യേകതയിൽ ഒന്ന്, സ്വത്രം ദൈവം തന്റെ രഹസ്യം സ്വത്രം പ്രവാചകന് വെളിപ്പെടുത്താതിരിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ രഹസ്യങ്ങളെ സ്വത്രം ദൈവം പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തും. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. നാളുകൾ പറയുന്നത് മാത്രമല്ല, സ്വത്രം നിന്റെ പാപങ്ങളെ ഉണർത്തുന്നവനുമായിരിക്കും പ്രവാചകൻ. സ്വത്രം. ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെയും വിരൽ ചൂണ്ടുന്നവനായിരിക്കും. നിന്റെ നന്മകളുടെ വശങ്ങൾ മാത്രമല്ല, ഫ്യൂച്ചറിനെ മാത്രമല്ല. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. ഓ സ്വത്രം. നിന്റെ നാളുകളിലും നിന്റെ ഇന്നലകളിലും നിന്റെ ജീവിതത്തിനകത്ത് വന്നതും സ്വത്രം പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയും. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകതയാ. ഹല്ലേലൂയ. നോക്കിയേ, പാപത്തോട് ധൈര്യമായി നിലപാടുള്ളവനായിരിക്കും പ്രവാചകൻ. നാഥാൻ പ്രവാചകൻ രാജാവിന്റെ മുഖം പോലും നോക്കാതെ രാജാവിന്റെ മുമ്പിൽ വന്ന് പ്രവചനത്തിന്റെ ശബ്ദം മുഖത്ത് നോക്കി പറഞ്ഞു. ഏലിയാവ് സ്വത്രം ആഹാബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞത്, സ്വത്രം നീ കാരണമാ സ്വത്രം ഈ ജനത മുഴുവനും വലിയ കഷ്ടത്തിലായിരിക്കുന്നതെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവനാ പ്രവാചകൻ. സ്വത്രം ആളെയും തരത്തെയും നോക്കിക്കൊണ്ട് സ്വത്രം അവർക്ക് ഇഷ്ടമുള്ളത് പറയുന്നവനല്ല പ്രവാചകൻ. ഇന്ന് പകൽക്കാലം മുഖം നോക്കി പറയുന്നവനാണ് പ്രവാചകൻ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, നിന്റെ മുഖം നോക്കി നിന്നെ കുറിച്ച് വ്യക്തമായി ദൂത് പറയുന്ന പ്രവാചകന്മാരുണ്ട്. സ്വത്രം. കള്ളപ്രവാചകന്മാരുടെ മുമ്പിൽ പോയി നീ തല കുനിച്ചു കൊടുക്കരുത്, നിന്റെ തലയെ കാണിച്ചു കൊടുക്കരുത്. സ്വത്രം. ഹല്ലേലൂയ. വലിയ അപകടങ്ങളിലേക്ക് നീ പോകും. നാഥാൻ പ്രവാചകനും യിരെമ്യാവും സ്വത്രം ഏലിയാവും ഈ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ സ്വത്രം ശക്തന്മാരായ പ്രവാചകന്മാരായിരുന്നു. ദൈവ ശബ്ദം കേൾക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ ഹൃദയമുള്ളവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ വാക്ക് പേടി കൂടാതെ പ്രസ്താവിക്കുന്നവനാണ് പ്രവാചകൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദമാണ് പ്രവാചകൻ. ദൈവത്തിന്റെ ഹൃദയമുള്ളവനായിരിക്കും പ്രവാചകൻ. സ്വത്രം. പ്രവചനവും ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവാചകന്മാരെ നമുക്കറിയാം. സ്വത്രം. ഹല്ലേലൂയ. പ്രവചിക്കും, ഭയങ്കര പ്രവചനം നടത്തും, പക്ഷേ ജീവിതത്തിനകത്ത് വിശുദ്ധിയില്ല. എല്ലാ
പരിപാടിക്കും ആ പ്രവാചകൻ കാണും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾക്കറിയാം. സ്തോത്രം, അങ്ങനെ ഉള്ളവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. സ്തോത്രം, 26 നിങ്ങൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് പേടി കൂടാതെ പറയുന്നവനാണ് പ്രവാചകൻ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് ഓടിപ്പോകാം. സ്തോത്രം, ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. സ്തോത്രം, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ സ്തോത്രം മോബാബിൽ പാളയമിറങ്ങി അമോര്യരോട് ചെയ്തത് കേട്ടിട്ട് മോബാബിയ പാളയത്തിനകത്ത് വലിയൊരു ഞെരുക്കം, സ്തോത്രം, വലിയൊരു നടുക്കമുണ്ടായി. നോക്കിയേ, ഭയപ്പെട്ടു, പരിഭ്രാന്തരായി, സ്തോത്രം, പരിഭ്രമിച്ചു എന്നെല്ലാം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിയേ, ഇസ്രായേൽ ജനം ഒരു വലിയ പടക്കൂട്ടം പോലെ പല രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ട് സ്തോത്രം മോബാബിൻ്റെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മോബാബിൻ്റെ ഭരണകർത്താക്കൾ മുഴുവനും, രാജ്യം മുഴുവനും ഭയത്തിലായി. സ്തോത്രം, അവർ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വല്ലാത്ത നിരാശയിലേക്ക് പോയി. കാര്യം, അവർ കേട്ട വാർത്ത ഈ ജനത വരുന്ന സ്ഥലങ്ങളിലെല്ലാം സംഭവിക്കുന്നത് സ്തോത്രം അസാധാരണമായ സ്തോത്രം കടന്നുകയറ്റങ്ങളായിരുന്നു. മോബാബിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, മൂപ്പന്മാർ ഇങ്ങനെയാ പറയുന്നത്, കാള വായിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാ, അവർ കടന്നു കയറിയാൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ചുറ്റുപാടുമുള്ള സ്തോത്രം സകല മേഖലകളെയും അവർ ആക്രമിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം എന്തതാ? സ്തോത്രം, ഹല്ലേലൂയ, പരാജയപ്പെടുന്ന അഭിഷേകമല്ല. സ്തോത്രം, ഹല്ലേലൂയ, കടന്നു കയറുന്ന ശത്രുവിൻ്റെ മേഖലകളിലേക്ക് കയറി ചെല്ലുന്ന അഭിഷേകമാണ് ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നീ അറച്ചു നിൽക്കുകയല്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ചുവടുറപ്പ് ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് സംഭവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയാ, നിന്നെക്കുറിച്ചുള്ള ഭയം, പേടി സ്തോത്രം ചുറ്റുമുള്ള പട്ടണങ്ങളിൽ, ചുറ്റുമുള്ള ദേശങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, ആവർത്തന പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവനെ നിങ്ങളോടുള്ള പേടിയും ഭീതിയും നിങ്ങളെ ചെല്ലുന്ന സകല ദിക്കുകളിലും വരുത്തും. എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, നിന്നെക്കുറിച്ചുള്ള ഭീതിയും ഭയം ചുറ്റുമുള്ളവർക്ക് വരുത്തുമെന്ന മോബാബിവർ സ്തോത്രം, ഇസ്രായേലിനെ കണ്ട് ഭയപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് മോബാബിൻ്റെ രാജാവായ സ്തോത്രം ബാലാക്ക് ഒരിക്കൽ സ്തോത്രം സ്തോത്രം തൻ്റെ സ്തോത്രം പടയാളികളെ സ്തോത്രം ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂലോകത്തെ മുടിച്ചിരിക്കുന്നു. അവർ എനിക്കും എതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണം. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നീ ശപിക്കുന്നവർ ശപിക്കപ്പെടുമെന്ന് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോബാബിലെ മൂപ്പന്മാരെ, മിഥ്യാനെ മൂപ്പന്മാരെ കയ്യിൽ പ്രശ്നദഷ്ടണയുമായിട്ട് എന്ത് ചെയ്തു? സ്തോത്രം, ആരെ പറഞ്ഞു വിട്ടു? ആരടിയിലേക്ക്? സ്തോത്രം, ഹല്ലേലൂയ, ബിലയാമിന്റെ ഭവനത്തിലേക്ക് സ്തോത്രം ബാലാക്ക് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം, നോക്കിയേ, സ്തോത്രം, സാമ്പത്തികവുമായിട്ടാണ് സ്തോത്രം പ്രശ്നങ്ങളുമായി സാമ്പത്തികവുമായിട്ടാണ് സ്തോത്രം പ്രവാചകന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, അവൻ ശപിച്ചാൽ ശപിക്കപ്പെടും. സ്തോത്രം, നോക്കിയേ, ഈ ബിലയാമിനെ കുറിച്ച് നമ്മൾ സ്തോത്രം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം ബിലയാം ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയേണ്ട ഒരു ക്വാളിറ്റി മനുഷ്യനില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സ് സാമ്പത്തികത്തിലേക്കും സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയം വേറൊരു സ്ഥലത്തും ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന ലേബലുമാണ്. ഇങ്ങനെ കുറേ പേര് നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. മനസ്സ് വേറെ പല വിഷയങ്ങളിലും സ്തോത്രം, ഹല്ലേലൂയ, ശുശ്രൂഷകൻ എന്നും പാസ്റ്റർ എന്നും പ്രവാചകൻ എന്നുള്ള ലേബലും വെച്ച് സ്വത്രം നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. സ്വത്രം, അതിനെയൊക്കെ തിരിച്ചറിയാനാ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വത്രം, 26-ലെങ്കിലും സ്വത്രം നീ ഇങ്ങനെയുള്ള കുടുക്കുകളിൽ ചെന്ന് പെടരുതെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ദൂതായി പറയുക. നോക്കിയേ, ബിലയാം സ്വത്രം, ഹല്ലേലൂയ, ഹൃദയപ്രകാരം ദൈവവുമായിട്ട് സ്വത്രം അടുത്ത ബന്ധമുള്ളവനായിരുന്നില്ല. സ്വത്രം, ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തിയിൽ നമുക്ക് അളക്കാൻ കഴിയുന്നതാ. അവന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം. സ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയേണ്ട ഒരു യോഗ്യതകളുമില്ല. സ്വത്രം, നോക്കിയേ, അവന്റെ മുമ്പിലേക്ക് പ്രതിഫലമായി വന്ന മൂപ്പന്മാരെയും മിഥ്യാന മൂപ്പന്മാരെയും സ്വത്രം ബിലയാം എന്ത് ചെയ്തു? സ്വത്രം സ്വീകരിച്ച് തന്റെ ഭവനത്തിൽ നിർത്തി. സ്വത്രം, ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിൽ പാർക്കുവിൻ. യഹോവയായ ദൈവം എന്നോട് സംസാരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഹല്ലേലൂയ. എന്തിനാണ് ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുവാൻ വേണ്ടി വന്ന ജനത്തെ വീടിനകത്ത് നിർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്രം അവന് ദ്രവ്യാഗ്രഹത്തിന് സ്വത്രം അവൻ അടിമയായിരുന്നത് കൊണ്ടാ. സ്വത്രം ഇന്നത്തെ പല
ആത്മീയ കോളത്തിനകത്ത് സ്വത്രം പണം 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 എന്നുള്ള വിഷയമല്ലാതെ മറ്റൊന്നും പറയാൻ ഇല്ല. സ്വത്രം എല്ലാവർക്കും കാശ് വേണം, എല്ലാവർക്കും കാശ് വേണം. ഇല്ലാത്തവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന ആത്മീയ ലോകം. സ്വത്രം ഞാൻ നൂറുകണക്കിന് സ്വത്രം സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ വരുന്ന പല മീറ്റിങ്ങുകൾ വരുന്ന പല സ്വത്രം കുടുംബങ്ങളും അനുഭവിച്ച വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. സ്വത്രം കുടുംബത്തിനകത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സ്വത്രം നിന്റെ ദശാംശം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന സ്വത്രം അനേകം ഉപദേശിമാരെയും പാസ്റ്റർമാരെയും എനിക്കറിയാം. സ്വത്രം ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വത്രം ദ്രവ്യാഗ്രഹത്തിന്റെ മുഖവുമായി പാസ്റ്റർ എന്ന ലേബലിൽ സ്വത്രം നിന്റെ മുമ്പിൽ വരുന്ന സ്വത്രം ഹല്ലേലൂയ സ്വത്രം കപടന്മാരെ തിരിച്ചറിയാനുള്ള വെളിപ്പാടി ദിവസങ്ങൾ നീ പ്രാപിക്കണം. നോക്കിയേ, ബേലയാമ് സ്വത്രം ഒരു കള്ളനായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. അവൻ സ്വത്രം അവന്റെ ഉള്ളിനകത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ ആഴം വലുതായിരുന്നു. അങ്ങനെ 2-3 തവണ സ്വത്രം ഹല്ലേലൂയ വന്നവരെ പിടിച്ച് വീട്ടിനകത്ത് നിർത്തി സ്വത്രം പണത്തെ മുന്നിൽ കണ്ടുകൊണ്ട സ്വത്രം ദൈവം ചോദിച്ച ചോദ്യം ഇങ്ങനെയാ, ബിലയാമേ നിന്റെ വീട്ടിൽ ആരാ ഇരിക്കുന്നത്? സ്വത്രം ഹല്ലേലൂയ എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവനെ നിന്റെ വീട്ടിലിരുത്തി സ്വത്രം അവിടെ മനസ്സിലാക്കാം അവൻ ദ്രവ്യാഗ്രഹത്തിന്റെ ആളാ. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ഇന്ന് പകൽക്കാലം ഞാൻ ദൂതായി വിളിച്ചു പറയാ, സ്വത്രം ചില വിടക്കിനെ സ്വത്രം ചില തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്നതിനെ തിരിച്ചറിയാനുള്ള വെളിപ്പാടെങ്കിലും നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. മൂപ്പന്മാർ പ്രതിഫലങ്ങളുമായി അവന്റെ മുമ്പിലേക്ക് വന്നു. സ്വത്രം സംഖ്യാപുസ്തകം 23:5 വാക്യത്തിന് നോക്കിയേ, ദൈവം സ്വത്രം ഒടുവിൽ ബിലയാമിന്റെ ഹൃദയത്തിൽ സ്വത്രം ദൈവം ഒരു വാക്കിന് കൊടുത്തു എന്നാണ്. സ്വത്രം ഹല്ലേലൂയ. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് സമയം വിദൂരങ്ങളിൽ ഓടിപ്പോകുന്നത് കൊണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി എത്ര സമയം ഉണ്ടാകുമെന്ന് പറയാമോ സിസ്റ്റർ? പ്ലീസ് മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് പറഞ്ഞാട്ടെ, എത്ര സമയമുണ്ട്? 5 മിനിറ്റ് ഉള്ളു പാസ്റ്റർ. എന്നാലും ആത്മാന നിയമനം ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. സ്തോത്രം ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 22:8 പറയുന്നു, ഇന്ന് രാത്രി ഇവിടെ പാർക്കുക, രാത്രിയിൽ ദൈവം എന്നോട് സംസാരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് പുറപ്പെടാം. എന്നാൽ സ്വത്രം നോക്കിയേ, ദൈവം വന്നിട്ട് പറയുന്നു, ആ ജനത്തെ നീ ശപിക്കരുത്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നോക്കിയേ, അവസാനം ഒടുവിൽ സ്വത്രം ഈ ബിലയാം സ്വത്രം ഈ ദൈവത്തിൻ്റെ വാക്കുകളെ സ്വത്രം ഹല്ലേലൂയ സ്വത്രം അനുസരിക്കാതെ അവിടേക്ക് പോകാനുള്ള അവൻ്റെ വാഞ്ചയെ ദൈവം തിരിച്ചറിഞ്ഞിട്ട് ദൈവം അവനെ അയക്കുന്നതായിട്ട് കാണും. നീ പുറപ്പെട്, നീ അവരോട് കൂടെ പോകൂ എന്ന് സ്വത്രം ഹല്ലേലൂയ സ്വത്രം പ്രവാചകനോട് ദൈവം പറഞ്ഞു. അവിടുത്തെ തൊട്ടടുത്ത വാക്യത്തിൽ കാണുന്നു, ദൈവം അവനോട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ജ്വലിച്ചു എന്ന വാക്യം നാം കാണുന്നു. എന്ന് വെച്ചാൽ ദൈവഹിതമില്ലാത്ത വഴിയിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു. സ്വത്രം നമ്മൾ പലപ്പോഴും അങ്ങനെയാ. സ്വത്രം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് വരെ ദൈവത്തോട് ആലോചന ചോദിക്കും. സ്വത്രം ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം എന്നതാണ്, അത് അങ്ങനെ ആകുന്നത് വരെ പ്രവാചകന്മാരെ കൊണ്ട് പ്രവചിച്ച് നമുക്ക് അനുകൂലമാക്കുന്ന സ്വത്രം ഒരു മനോഭാവമുണ്ടല്ലോ. സ്വത്രം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, സ്വത്രം ഹല്ലേലൂയ, നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വത്രം ഹല്ലേലൂയ പ്രവാചകന്മാരെ പൈസയ്ക്ക് വില കൊടുത്ത് നീ വാങ്ങി സ്വത്രം നിനക്ക് അനുകൂലമായി ദൂതുണ്ടാക്കുകയല്ല, നേടിയെടുക്കുകയല്ല വേണ്ടത്. സ്വത്രം ദൈവഹിതം തിരിച്ചറിഞ്ഞ് നീ സഞ്ചരിക്കുവാൻ തയ്യാറാകണം. 26 സ്വത്രം നിന്റെ ആഗ്രഹം ഇന്നതാണ്, ഇന്നത് ചെയ്യണമെന്നാണ്. അത് അനുകൂലമായി പറയുന്ന പ്രവാചകൻ നല്ല പ്രവാചകൻ, അതിനെതിരെ പറയുന്ന പ്രവാചകൻ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ് നീ മുദ്ര കുത്തുന്ന മുമ്പേ ഓർത്തോണം. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ദൈവത്തിൻ്റെ ദൂതിനെ നീ എവിടെ ലംഘിക്കപ്പെടുന്നോ സ്വത്രം മരണദൂതൻ നിന്റെ മുമ്പിൽ വന്നു നിൽക്കും. നിനക്കുള്ള പ്രതികൂലമായി നിനക്കുള്ള സ്വത്രം ശിക്ഷകളുമായി ദൈവത്തിൻ്റെ ദൂതൻ ആ സമയത്ത് ഇറങ്ങുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. എന്നാൽ സ്വത്രം ആ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. ഒടുവിൽ സ്വത്രം അവൻ ചെല്ലുമ്പോൾ 7 യാഗപീഠങ്ങൾ പണിത് 7 യാഗ വസ്തുക്കളുമായി സ്വത്രം അവിടെ ചെന്നിട്ട് ഓടി നടന്ന് യാഗം നടത്തുന്ന ബിലയാമിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഓടി നടന്ന് ഓരോ ദിശകളിലും കൊണ്ടുപോയി യാഗം നടത്തുന്നുണ്ട്. അവിടെ എല്ലാം സ്വത്രം ഹല്ലേലൂയ ബിലയാമിൻ്റെ നാവിന്മേൽ ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഒരിക്കൽ സംഭവിച്ചു, അപ്പോഴെങ്കിലും ഇവൻ കരുതണ്ടേ, ദൈവം ഇവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് അവന് വേണ്ടേ. നോക്കിയേ, രാജാവ് അടുത്ത സ്ഥലത്ത് യാഗപീഠം പണിതപ്പോൾ അവൻ അവിടെയും പോയി യാഗം കഴിച്ചു. ഇങ്ങനെ ഓടി നടന്ന് യാഗം കഴിക്കുന്നത് സ്വത്രം ഹല്ലേലൂയ. നോക്കിയ ദ്രവ്യാഗ്രഹത്തിന്റെ സ്വത്രം ഉത്തമമായ ഉദാഹരണമാണ് ഈ മനുഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ഇഷ്ടങ്ങൾക്ക് സ്വത്രം ദൂത് പറയുന്ന പ്രവാചകന്മാരുടെ പുറകെ പോകാതെ നിന്നെ ആത്മീയ നിലവാരത്തിൽ ഉയർത്തുന്ന പ്രവചന ശബ്ദത്തിനും ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ 26 നീ അനുഗ്രഹിക്കപ്പെടും.
അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഓ സ്വത്രം, ജനത്തെ മുഴുവന് ദൈവം അനുഗ്രഹിച്ചു. ഈ ജനത്തെ നിനക്ക് ശപിക്കുവാൻ കഴിയത്തില്ല. ആ വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഇനിയും നമ്മുടെ മുമ്പിൽ ആവശ്യമാണ്. സ്വത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം പറഞ്ഞതുപോലെ സ്വത്രം, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിനായി നിൽക്കാനുണ്ട് തയ്യാറാകണം. ദൈവത്തിൻ്റെ പേരിൽ സ്വത്രം, ദൈവത്തിൻ്റെ പ്രവാചകനെന്നോ സ്വത്രം വിശ്വാസി എന്നുള്ള പേരല്ല വേണ്ടത്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. സ്വത്രം, സാമ്പത്തികത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി സ്വത്രം നിന്റെ വാക്കുകൾ മാറരുത്. സ്വത്രം, ഹല്ലേലൂയ, ബിലയാം സ്വത്രം ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് പണത്തെ, ദ്രവ്യാഗ്രഹത്തെ മോഹിച്ചുകൊണ്ട് ആ വഴിക്ക് സഞ്ചരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സ്വത്രം, വലിയ നാശമായിരുന്നു. സ്വത്രം, അവനെ സ്വത്രം നേരിടേണ്ടി വന്നത് വലിയ നഷ്ടമായിരുന്നു. സ്വത്രം, ഇസ്രായേൽ ജനം മിഥ്യാനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്വത്രം, ഹല്ലേലൂയ, ആ കൂട്ടത്തിൽ ഈ ബിലയാമിനെ ദൈവം സ്വത്രം കൊന്നുകളഞ്ഞു. ഇന്ന് പകൽക്കാലം സ്വത്രം, വഴിയിൽ പട്ടുപോകാനല്ല ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. സ്വത്രം, ദൈവത്തിൻ്റെ ദൂതുകളോട് സഹകരിക്കുന്നവരായി, അനുസരിക്കുന്നവരായി ദിവസങ്ങൾ നാം മാറിയേ മതിയാകുകയുള്ളൂ. ദൈവത്തെ അറിഞ്ഞാൽ പോരാ പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുകയും കൂടെ വേണം. സ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുവാൻ ഒരു തവണ ദൈവം അനുവദിക്കാതിരുന്നപ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കണമായിരുന്നു. സ്വത്രം, അവൻ്റെ യാഗപീഠങ്ങൾ മാറ്റി മാറ്റി സ്വത്രം അവൻ യാഗം കഴിച്ചതിൻ്റെ കാര്യം ഇനി എപ്പോഴെങ്കിലും അവനൊരു ശാപത്തിൻ്റെ വാക്ക് ഉന്നയിക്കുവാൻ കഴിയുമെന്ന് സ്വത്രം മനോഭാവത്തോടുകൂടി സ്വത്രം, ഹല്ലേലൂയ, ബാലാക്കിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവചിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്വത്രം, ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാല സ്വത്രം, ഒരു പ്രവാചകന് സ്വത്രം, ഒരു ചുറ്റുപാടിലുള്ളവന് സ്വത്രം നിന്നെ ശപിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. സ്വത്രം, ആർക്കും ശപിച്ചു കഴിഞ്ഞാൽ ശാപത്തിൻ്റെ കീഴിൽ പോകേണ്ടവരല്ല നിങ്ങൾ. സ്വത്രം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തകർന്നു പോകേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവം നിങ്ങളെ സ്വത്രം ശപിക്കാത്തിടത്തോളം കാലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാ. നിങ്ങളെ ഒതുക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ സ്വത്രം, ഏലിയാവ് എന്ന മനുഷ്യൻ ഒറ്റ യാഗപീഠം പണിത് സ്വത്രം ദൈവത്തിൻ്റെ തീ ഇറക്കിയവനാ. സ്വത്രം, നോക്കിയ ഒരു പ്രവാചകൻ ഓടി നടന്ന് യാഗം കഴിച്ചു. പക്ഷേ യാഗത്തിനകത്ത് ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടില്ല. സ്വത്രം, ദൈവം അവൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി സഞ്ചരിച്ചു. സ്വത്രം, ഇന്ന് പകൽക്കാലം നിന്റെ യാഗത്തിൽ തീ കത്തണമോ? സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, മത്സര മനോഭാവത്തോടുകൂടി സ്വത്രം നിന്റെ ജീവിതം ഓടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ സ്വത്രം നേരോടെ നിൽക്കുവാൻ നീ തയ്യാറാക്. നിന്റെ ഒറ്റ യാഗത്തിൽ തീ ഇറങ്ങും. സ്വത്രം, നിന്റെ മുമ്പിൽ ഉയരുന്ന സകല അപശബ്ദങ്ങളെ ദൈവം നിശ്ചലമാക്കി സ്വത്രം നിന്നെ ഒരു തേരാളിയെ പോലെ, ഒരു വിജയാളിയെ പോലെ ഈ മരുഭൂമിയിലൂടെ ദൈവം സഞ്ചരിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൂത് പറയുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഓ സ്വത്രം, ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ. സ്വത്രം, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇന്ന് രാത്രിയിൽ നാം ഒന്ന് തയ്യാറെടുക്ക്. സ്വത്രം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണമേ. നിനക്ക് വേണ്ടി ജീവിപ്പാൻ സ്വർഗം സഹായിക്കണം. നിന്നിൽ വിശ്വസിപ്പാൻ നീ അവരെ സഹായിക്കണമേ. പണത്തിൻ്റെ പുറകെയും സ്ഥാനമാനങ്ങൾക്ക് പുറകെയും ഓടുവാൻ ഈ ജനത്തെ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാൻ, ദൈവം ഉയർത്തുമെന്ന് അടിയുറച്ച് വിശ്വസിപ്പാൻ ജനത്തെ സഹായിക്കണമേ. കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. വിനസിസ്റ്റനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയെ എല്ലാവരെയും നിന്റെ നാമത്തിൽ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അവരുടെ കൂടെയിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കിയ ദൈവദാസിക്കും കൂട്ടായ്മയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആമേൻ, ആമേൻ.